ആ പറഞ്ഞോളൂ. ട്രെൻഡ് ആണെങ്കിൽ ഹയർ ഹൈയും ഹയർ ലോയും വരും. ആ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ലോവർ ഹൈയും ലോവർ ലോയും. ലോവർ ലോ. ഓക്കെ. അത് മാമിന് അറിയായിരുന്നോ? മാമിന് അറിയാമെന്നെ വിശ്വാസം. മാമിനെ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്രാഹിം പറഞ്ഞു. യെസ്. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു ചാർട്ട് കാണിച്ചു തരാം. സോബിൻ ബ്രോ പറയരുത്, മാം പറയട്ടെ ജസ്റ്റ്. ഇതേതാ ട്രെൻഡ് വരുന്നത്? ഗോൾഡിൽ ഇപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ മാം ഒരു ബൈ നോക്കോ സെല്ല് നോക്കോ. ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്, 4 hour ചാർട്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ ബൈ നോക്കോ സെല്ല് നോക്കോ. ആ മാം ഇത്ര മാം ഞാൻ ചോദിച്ചു കേട്ടില്ല മാം. ഞാൻ പറഞ്ഞു, ഇബ്രാഹിം പറഞ്ഞു. ആ ഇതിലിപ്പോൾ ബൈ നോക്കോ സെല്ല് നോക്കോ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ബൈ നോക്കാം. ബൈ കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ലാസ്റ്റ് അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് അവിടെ ഒരു. ഓക്കെ ഓക്കെ അത് ബ്രേക്ക് ഔട്ട് ആണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ നോക്കൊന്ന്. നമുക്ക് ഈ പാത്തിട്ട് കൊടുത്ത് സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ഇവിടുന്ന് കണ്ടോ ഇത്രയും മാറിയിട്ട് താഴത്തോട്ട് വീണു അല്ലേ, തിരിച്ചു കയറി വീണ്ടും മാറി ഇത്രയും താഴത്തേക്ക് വീണു. ഈ ട്രെൻഡ് ഏതാ? ഡൗൺ ട്രെൻഡ് അല്ലേ വരുന്നത്. അപ്പൊ ഇനി അടുത്തൊരു പോസിബിലിറ്റി ഉണ്ടോ? വീണ്ടും ഇവിടെ ഇത്രയും കയറുന്നു, തിരിച്ച് താഴത്തേക്കാണ് വരുന്നത്. താഴത്തേക്കാണ് വരുന്നത്. ഇനി ഇതിന് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് അല്ല, അപ്ലോട്ട് മാറി എന്ത് സംഭവിക്കണം? ഈ വരുന്ന മാർക്കറ്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ വീണ മാർക്കറ്റ് ഇതാ ഇത്രയും തിരിച്ചു കയറിയല്ലേ, ഇങ്ങനെ വീണ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആയി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുവാണ് ചെയ്യണേ? ബിക്കോസ് ബൈ എടുത്തോര് വെയിറ്റ് ചെയ്യുമോ? അല്ല, ഈ ഇപ്പൊ മാർക്കറ്റിൽ നമ്മളിപ്പോ ബൈ ആണ് സെല്ലാണോ എന്നല്ലേ എന്നോട് ഇബ്രാഹിം ചോദിച്ചേ. യെസ്, അതെ. നമ്മള് ഇതിന്റെ പാറ്റേൺ ഇപ്പൊ ഡൗൺ ട്രെൻഡ് പാറ്റേൺ. അതെ, നമ്മള് സെല് ചെയ്യുവാണോ ശരിക്കും ബൈ ചെയ്യാണോ ചെയ്യുന്നത്? അത് വെയിറ്റ് ചെയ്യോ? നമ്മൾ സെല് ചെയ്യും. നമുക്കിതിൽ ഷോർട്ട്സ്, നമുക്ക് മാർക്കറ്റ് താഴത്തേക്ക് പോയാലും പ്രോഫിറ്റ് കിട്ടുന്ന മെത്തേഡ് ഉണ്ടല്ലോ നമുക്ക്. അവിടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. നമുക്കിത് നിങ്ങൾക്ക് ഫിബിനോച്ചി റിട്രേസ്മെന്റ് എടുത്തിട്ടില്ലല്ലോ? ഈ ടൂളൊന്നും എടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കിട്ടുമ്പോൾ ക്ലിയർ ആവും. മാർക്കറ്റിന്റെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ് സൈഡ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ട്രെൻഡും അതുപോലെ തന്നെ ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്ന സ്ട്രക്ചറും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹയർ ഹൈസും ഹയർ ലോസും, ലോവർ ഹൈസും ലോവർ ലോസും അത് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും പ്രൈസ് ആക്ഷൻ ആണ്. അത് ഇമ്പോർട്ടൻസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ചിലവർക്ക് അത് യൂസ്ഫുൾ ആവാറുമില്ല. എന്തായാലും നമുക്കൊരു സ്ട്രാറ്റജിയാണിത്. ഒരു ഇന്ന രീതിക്ക് നമുക്ക് ക്രിപ്റ്റോ കോയിൻസിലൊക്കെ അത് പറ്റാറുണ്ട്. ഗോൾഡിൽ പിന്നെ എല്ലാം വർക്കിംഗ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വോളിയം ട്രേഡ് ചെയ്യുന്ന അതിലല്ലേ. ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ്സ് നടക്കുന്നത് ഗോൾഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ എല്ലാ കോൺസെപ്റ്റും അതിൽ ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഓൾമോസ്റ്റ് വർക്കിംഗ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു നമ്മളൊരു അതിലെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ്സിൻ്റെ എണ്ണം കൂടും, SLൻ്റെ എണ്ണം കൂടും, അതുപോലെ പ്രോഫിറ്റിൻ്റെ എണ്ണം കൂടും അല്ലേ? അങ്ങനത്തെ അല്ല, ജസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ ഒന്ന് മാത്രം യൂസ് ചെയ്യുമ്പോൾ ട്രേഡ്സിൻ്റെ എണ്ണം കുറവായിരിക്കും, SLൻ്റെ എണ്ണം കുറവായിരിക്കും അല്ലേ, STPയുടെ എണ്ണം കുറവായിരിക്കും. പക്ഷെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. ഒരുപാട് SLും വരും, ഒരുപാട് TPയും വരും. SL മീൻസ് സ്റ്റോപ്പ് ലോസ്, TP മീൻസ് ടാർഗറ്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ആക്ഷൻ്റെ ചാർട്ട് പാറ്റേൺസ് കാണിച്ചു തരാം. വോയിസ് ക്ലിയർലി പറയാം കേട്ടോ. ഹലോ, സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ജയന്ത് ബ്രോയും കൂടി വരാനുള്ളൂ, സ്ഥിരം വരുന്ന ആൾക്കാരിൽ. നമുക്ക് വേറെ പുള്ളിക്കാരനാണല്ലോ, ഒരു ഹൈറ്റ് കുറഞ്ഞിട്ടൊരു എന്താ പേര്? ആ യെസ്, പുള്ളിക്കാരൻ എന്തുപറ്റി? ഓക്കെ,
നമ്മളൊക്കെ തമ്മിൽ കാണുന്ന ഈ കോളിൽ വരുമ്പോഴാണ് സംഗതി കഴിഞ്ഞ ദിവസമൊക്കെ അത്ഭുതമായിരുന്നു. ജയാൻസ ബ്രോയും സിറിൽ ബ്രോയും അയർലാൻഡിലല്ലേ പരിചയപ്പെടുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ്, ഈ സൂം മീറ്റ് വഴിയാണ് പരിചയപ്പെടുന്നത്. നിമിത്തം അല്ലേ? ഞാനും ഞാൻ സൗത്ത് വെസ്റ്റില്. ഞാൻ മാഞ്ചസ്റ്റർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ PDF കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നില്ല. ചാർട്ട് പാറ്റേൺസ് PDF കാണുന്നുണ്ടോ? ഓക്കെ, ഇതൊന്നും ജസ്റ്റ് സെലിബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ 4 പാറ്റേൺസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു 10 പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിൽ ഞാൻ അധികം സമയങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ മാർക്കറ്റിൻ്റെ ചാർട്ട് അനാലിസിലാണ് നമുക്ക് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ നമുക്കൊരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇന്നത് കിട്ടിയെന്ന് പറയാമല്ലോ. പ്രൈസ് ആക്ഷൻ അറിയോ ചോദിച്ചു കഴിഞ്ഞാൽ പറയണമല്ലോ. പ്രൈസ് ആക്ഷൻ അണ്ടറിലാണ് ചാർട്ട് പാറ്റേൺസ് ഒക്കെ വരുന്നത്. സോ അതുകൊണ്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. ഞാനത് അധികം എൻ്റെ പേഴ്സണൽ ട്രേഡിൽ അത് ഫോക്കസ് ചെയ്യാറില്ല. പിന്നെ ചില ആൾക്കാർ നോക്കലുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് സതീഷ് മാത്യു എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ഉണ്ട്, പാസ്റ്റർ. പുള്ളി കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ നിന്നിട്ട് ബിറ്റ് കോയിനിലും കണ്ട് പുള്ളി ഒരു പാറ്റേൺസ് ഫൈൻഡ് ചെയ്തു. ഇതാ ഈ പാറ്റേൺസ് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? കപ്പൻ ഇതിന് വിളിക്കുന്ന ഒരു കപ്പൻ ഹാൻഡിൽ എന്ന് വിളിക്കുക. കപ്പ് ഹാൻഡിൽ. ആ, ഇപ്പം ഞാൻ നേരെ ഇതിൽ ചെയ്തില്ല. ഇതൊരു ഫാൻസി പാറ്റേൺ എനിക്ക് തോന്നാറ്. എന്തോ ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള. അപ്പം ഞാൻ നോക്കലില്ല. പക്ഷെ പുള്ളിക്കാരത്തിൽ ട്രേഡ് എടുത്തിട്ടുണ്ടാവും പുള്ളിക്കാരൻ. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റിയാണ്. ഇത് നല്ല പാറ്റേൺസ് ആണ്. ഡിസെൻഡിങ് ട്രയാങ്കിൾ കേട്ടോ, ഡിസെൻഡിങ് ട്രയാങ്കിൾ നല്ല പാറ്റേൺസ് ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഓപ്പോസിറ്റ് അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയും, നല്ല പാറ്റേൺസാണ്. ഇതിൽ ഒരു 10-18 പാറ്റേൺസിൽ ഒരു 5-8 നല്ല ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസാണ്. നല്ല ട്രേഡ്സ് കിട്ടും ചെയ്യല്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ബാച്ച് 5-ലാണോ 6-ലാണോ ഞാനൊരു പാറ്റേൺ ബേസ് ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും വരാറില്ല, 1:1 ഒക്കെ അല്ലേ? സെൽബ്രോ അറിയുണ്ടാവും 1:1 ഇമ്പോർട്ടൻസ്. ആ ഇതിലൊക്കെ അത് ആ ട്രേഡ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബിറ്റ് കോയിൻ പ്രോഫിറ്റിലായിട്ടാ രണ്ടാമത്തെ ട്രേഡ്. ഫസ്റ്റ് പാറ്റേൺ ഡബിൾ ടോപ്പ് പാറ്റേൺസ്. നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും ഉണ്ട്, ചാർട്ട് പാറ്റേൺസും ഉണ്ട്. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് പറയുമ്പോൾ റെഡ് ഗ്രീന് അതാണ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. ചാർട്ട് പാറ്റേൺസ് പറയുമ്പോൾ കുറച്ചധികം ക്യാൻഡിൽസ് കൂടിയിട്ട് ഒരു പിക്ചർ ഫോം ചെയ്യുന്നു. ചെയ്യുന്നതാണ് ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർട്ട് പാറ്റേൺസിൽ ഫസ്റ്റ് വണ്ണാണ് ഡബിൾ ടോപ്പ് പാറ്റേൺസ്. അത് ഇത് അല്ല, ഓക്കെ, ശരി, ആ ക്ലാസ്സിന്റെ റെക്കോർഡ് അയച്ചിട്ടുണ്ടല്ലോ അല്ലേ? ട്രിപ്പിൾ ടോപ്പ് വരെ പറഞ്ഞതാണ്. ട്രിപ്പിൾ ടോപ്പ്. അപ്പം ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ബുള്ളിഷ് പെനന്റ് കണ്ടോ, ബുള്ളിഷ് പെനന്റ് മുതലാണ് പറയാനുള്ളത്. ബുള്ളിഷ് പെനന്റ് ഇതിന് പേര് ബുള്ളിഷ് പെനന്റ്. ഇപ്പം ഈ പാറ്റേൺസ് കാണപ്പെടുന്നത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ബ്രേക്ക്ഔട്ട് കിട്ടി അപ്സൈഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പാറ്റേൺസ് ഫോം ചെയ്യുക. ഇപ്പോൾ ഈ പാറ്റേൺസ് നോക്കുക എന്ന് പറയുമ്പോൾ ഈ പാറ്റേൺസ് എൻ്റയർ പാറ്റേൺ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഔട്ട് കിട്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതായിരിക്കും മേ ബി ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ലൈവ് ഈ ഒരു പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ ബ്രേക്ക്ഔട്ട് മുന്നേ നിങ്ങൾ ചാർട്ട് നോക്കി ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ. ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്, ഒരു അപ്സൈഡ് മൂവ് ചെയ്തതിന് ശേഷം അപ്സൈഡ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഇത് 1000 ആണെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു. പിന്നെ കയറുമ്പോൾ 1000 വരെ മൂവ് ചെയ്യുന്നില്ല, 1000 വരെ മൂവ് ചെയ്യുന്നില്ല. 900 മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരുന്നു. വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് മൂവ് ഉണ്ടോ, 800 മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരുന്നു അല്ലേ? ഒരു ലോവർ റെസിസ്റ്റൻസ്, ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് പോലെ മാർക്കറ്റ് ഒരു സ്റ്റെയർ താഴത്തേക്ക് ഇറങ്ങുന്നത് പോലെ
അല്ലേ? ഇവിടെ 1000 ആണ്, ഇവിടെ 900, ഇവിടെ 800. താഴത്തേക്ക് മൂവ് ചെയ്യുന്നു മാർക്കറ്റ്. നേരെ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ താഴത്തെ ഭാഗത്ത് ബോട്ടം സൈഡിൽ കണ്ടോ, ഇത് 500 ആണെങ്കിൽ ഇത് 600, 700 അല്ലേ? അപ്പോൾ താഴെ പ്രൈസ് അപ്പ് സൈഡാണ് മൂവ് ചെയ്യുന്നത്. താഴെ മാർക്കറ്റ് പ്രൈസ് അപ്പ് സൈഡ് മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പ് സൈഡിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പ്രൈസ് ഡൗൺ സൈഡാണ് മൂവ് ചെയ്യുന്നത് കണ്ടോ. ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഓക്കെ, ഉണ്ടോ ഒരു നല്ല സ്ട്രെങ്ത് അപ്പ് ട്രെൻഡിന് ശേഷം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ആയതിനു ശേഷം വീണ്ടും ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക് കോഡിൽ ട്രേഡ്സ് എടുക്കാം. നമുക്ക് ഈ ബ്രേക്ക് കോഡിൽ ഒരു ട്രേഡ്സ് നോക്കാൻ പറ്റുന്നില്ല. ഇതാണ് ബുള്ളിഷ് പെൻഡിൻ്റെ റിയൽ മാർക്കറ്റ് ചാർട്ട് വരുന്നത് കണ്ടോ. ഒരു അപ്പ് സൈഡിൽ ഈ ഒരു പാറ്റേൺ ഫോം ആവുന്നു, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കേണ്ട പോയിന്റ് പറയുമ്പോൾ ഉണ്ടോ, ഈ ഒരു ഹൈയെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻട്രി നോക്കാം. ചിലപ്പോൾ മേ ബി പെട്ടെന്നുള്ള സ്പൈക്ക് ആണെങ്കിൽ മേ ബി എൻട്രി കിട്ടാതിരിക്കാം. പക്ഷേ ഈ പാറ്റേൺസിൻ്റെ റൂൾസ് ബേസിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി നോക്കാം. ഓക്കെ, ഇതിൻ്റെ SL പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ 2 രീതിക്ക് SL സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ ബിലോ SL വയ്ക്കാം, അല്ലെങ്കിൽ ഈ എൻ്റയർ പാറ്റേണിൻ്റെ ബിലോ SL വയ്ക്കാൻ പറ്റും. ഇതിൽ ഏത് വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഒന്നും കൂടി സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള SL പറയുമ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷെ കുറച്ച് വലിയ ലോസ് ആയിരിക്കും വരുന്നത്. പക്ഷെ മേ ബി ഒന്നും കൂടി പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ് മീൻസ് ഇതായിരിക്കും മേ ബി. പക്ഷെ അത് ആ എൻ്റയർ പാറ്റേണിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. ഇതാവുമ്പോൾ നമ്മൾ ഈ ക്യാൻഡലിന് താഴെ SL വയ്ക്കുന്നത് അല്ലേ? രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? ഇത് നമ്മൾ ഈ ക്യാൻഡലിൽ നടന്ന ബൈയിങ്ങിനെ ആസ്പദമാക്കി ട്രേഡ് എടുക്കുന്നു, അതിന് താഴെ SL വയ്ക്കുന്നു. പക്ഷേ ഈ SL അങ്ങനെയല്ല. നമ്മൾ ഈ എൻ്റയർ പാറ്റേൺ ബ്രേക്കായി ആ എൻ്റയർ പാറ്റേണിൻ്റെ താഴെ SL വയ്ക്കുന്നത്. മേ ബി ചിലപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വന്നാലും അപ്പ് സൈഡ് മൂവ് ചെയ്യേണ്ട മാർക്കറ്റ് ആണെങ്കിൽ നമ്മുടെ SL അടിക്കാതെ തിരിച്ച് അപ്പ് സൈഡ് തന്നെ പോകാൻ ചാൻസ് ഹൈ ആണത്. ചില മാർക്കറ്റ് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തുവരികയും നമ്മളിവിടെ SL വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കയറിപ്പോകുന്ന മാർക്കറ്റ് പെട്ടെന്ന് നമ്മുടെ SL ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും കയറി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ട്രേഡ് എന്താ ഓൾറെഡി SL ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ SL എപ്പോഴും വയ്ക്കുമ്പോൾ കുറച്ച് നല്ല രീതിക്ക് ഒരു സ്പേസ് ഇട്ടിട്ട് മാർക്കറ്റിന് മൂവ് ചെയ്യുന്ന ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് SL വയ്ക്കായിരിക്കും ഏറ്റവും ബെറ്റർ എപ്പോഴും. ആ ഒരു കോൺസെപ്റ്റിൽ ഈ എൻ്റയർ പാറ്റേണിൻ്റെ ഡൗൺ സൈഡിൽ ബോട്ടത്തിൽ SL വയ്ക്കായിരിക്കും ഏറ്റവും ബെറ്റർ വരികയിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഈ പാറ്റേൺസിൽ? ഇത് കിട്ടാത്ത പോലെ തോന്നുന്നു നിങ്ങൾക്ക്, ഓക്കെ അല്ലാത്ത പോലെ തോന്നുന്നു. കോൺഫിഡൻസ് തോന്നുന്നില്ല എന്നല്ലേ? അത് ഉണ്ടാവാറുണ്ട്. അതറിയോ, അത് കുറച്ച് ട്രേഡ് അറിയുന്നവർക്ക് ഈ പ്രശ്നം വരും. കാരണം അത് നമ്മൾ മറ്റ് ചാർട്ട് അനാലിസിസ് പറയുമ്പോൾ ട്രെൻഡ് റെസിസ്റ്റൻസ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് ഫിബ് അങ്ങനെ നോക്കി ട്രേഡ്സ് എടുക്കുമ്പോൾ പാറ്റേൺ വൈസ് അത്ര ഓക്കെ അല്ല. പക്ഷെ പാറ്റേൺ വൈസ് കുഴപ്പമില്ല. എപ്പോഴറിയോ, നമ്മൾ അതിന് പറഞ്ഞുതരാം. പാറ്റേൺ വൈസ് നോക്കും, ഞാൻ നോക്കാറ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഡേ ഫ്രെയിം 4 hour നോക്കും. അതിന് ഒരുപാട് ടൈം ഫ്രെയിംസിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുക എപ്പോഴും 50 minutes 5 minutes കയറി അല്ലേ? അപ്പം ഇങ്ങനത്തെ പാറ്റേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഷുവറാണ്, ഒന്നും കൂടി കൺഫേം ആയി. ഈ പാറ്റേൺസും അതുപോലെ തന്നെ ക്യാൻഡിൽസ് അല്ലേ കൺഫർമേഷൻസ് ആണ്. നമ്മൾ ഒരു ബൈയിങ് സോൺ അല്ലെങ്കിൽ സെല്ലിങ് സോൺ നമ്മൾ ഫൈൻഡ് ചെയ്തു അല്ലേ? ബൈയിങ് സോൺ നമുക്കറിയാം. ബൈയിങ് സോൺ എന്ന് പറയുമ്പോൾ അവിടെ ബൈ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് കയറാൻ ചാൻസ് ഉള്ളൊരു ഏരിയ, എന്തായാലും കയറുന്ന എവിടെയും പറയുന്നില്ല. അപ്പോൾ ആ കയറാൻ ചാൻസ് ഉള്ള ഏരിയയിൽ ഡബിൾ ബോട്ടം കിട്ടുമായിരിക്കും. ഡബിൾ ബോട്ടം എങ്ങനെ വരുന്നത് അല്ലേ? നമ്മൾ ഒറ്റ മിനിറ്റ്, ഇതൊരു ബൈയിങ് സോണായി കൺസിഡർ ചെയ്തു. ഇതൊരു ബൈയിങ് സോണാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വന്നു, വീണ്ടും ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൽ കൊണ്ടോ ഇത് ഡബിൾ ബോട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ അല്ലേ? ഇതിൻ്റെ ഇവിടെ നമുക്ക് ട്രേഡ്സ് എടുത്തു കൊടുത്തില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ബോട്ടം പാറ്റേൺസും ആയി. ഇത് നമുക്ക് നല്ലൊരു ബൈയിങ് സോൺ, ഡിമാൻഡ് സോണാണ്, സപ്പോർട്ട് എന്ന് പറയാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ബൈയിങ് സോൺ അല്ലെങ്കിൽ നമ്മൾ മേജർ ഒരു ബൈയിങ് സോണോ സെല്ലിങ് സോണോ മാർക്ക് ചെയ്തിട്ട് അവിടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പാറ്റേൺസ് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫർമേഷൻ കൺസിഡർ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് വെറുതെ ഒരു പാറ്റേൺസ് ഫൈൻഡ് ചെയ്തിട്ട് ട്രേഡ്സ് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയി. ഫോറക്സിൽ ഞാൻ അത്ര പ്രത്യേകിച്ച് മേജർ പേഴ്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പാറ്റേൺസ് ഈ ബുള്ളിഷ് പെൻഡ് ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഈ പാറ്റേൺ പോയി നോക്കേണ്ടത് നിങ്ങൾ മാർക്കറ്റ് ഡൗണിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല. അപ്സൈഡ് അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണ് ഈ പാറ്റേൺ നോക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത്തിൽ ആ ഒരു അപ്സൈഡിന് ശേഷമായിരിക്കും ഈ പെനൻറ്റ് ഫോം ചെയ്യുക. നിങ്ങൾ ഈ ട്രെൻഡല്ല കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് ഫൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ TP ടാർഗറ്റ് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ലെങ്ത്ത് നിങ്ങൾക്ക് TP വയ്ക്കാം,
അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ലെങ്ത് ഇവിടെ ടാർഗറ്റ് വയ്ക്കാം. അത് നമ്മൾ ആ ചാർട്ട് ആ പാറ്റേൺസ് ഫൈൻഡ് ചെയ്ത് മനസ്സിലാവും. എപ്പോഴും നമ്മുടെ SL ഇത് ഒരു 0.5% 1% SL എങ്കിൽ 1-1 തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറുക. ഇതേ ദൂരം തന്നെ മുകളിലേക്ക് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുക. ലോങ് പ്രോഫിറ്റ് ലോങ് റൈഡ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ. പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺസിൽ ട്രേഡ്സ് എടുത്ത് കഴിഞ്ഞാൽ പരമാവധി 1:1 അല്ലെങ്കിൽ 1:1.5 ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറായിരിക്കും ഏറ്റവും ബെറ്റർ വരുന്നത്. നിങ്ങൾ പിന്നെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചാർട്ട് നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും. ഒരു സെൽഫായിട്ട് ഐഡിയ എപ്പോഴും കിട്ടും അതിന്. നെക്സ്റ്റ് പാറ്റേൺ പറയട്ടെ. നെക്സ്റ്റ് ബെയറിഷ് പെനന്റ്. ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എപ്പോഴും ഈ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് അപ്സോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൊമെൻറ്റോ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ക്രിയേറ്റ് ആവുന്ന മേ ബി ഒന്നിലും ന്യൂസ് ബേസിലായിരിക്കാം. എപ്പോഴും അത് വലിയ പ്ലെയേഴ്സ് ആയിരിക്കും എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം വന്നതിന് ശേഷം നമുക്കറിയാം ഓക്കെ മാർക്കറ്റ് ഒരു വലിയൊരു ഫോൾ ചെയ്തിട്ടുണ്ട്, മേ ബി ഇനി വീണ്ടും സെല്ലിംഗ് ആണ് നടക്കാൻ ചാൻസ് അറിയാം. അപ്പോൾ ഇതാ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു കണ്ടോ. ഇവിടുന്ന് ഒരു അപ്സൈഡ് മൂവ് ചെയ്തു, അഗൈൻ ഡൗൺ വന്നു, വീണ്ടും അപ്സൈഡ് മൂവ് ചെയ്തു, അഗൈൻ ഡൗൺ വന്നു അല്ലേ. താഴെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, മുകളിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ. ഇബ്രാഹിം സോറി, അതൊന്ന് ഇച്ചിരി മുകളിലേക്ക് സ്ലൈഡ് ചെയ്യാം, ഞങ്ങൾക്ക് കാണാൻ പാടില്ല. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ ഇത് ഓക്കെ അല്ലേ. നമുക്ക് ഈ ഡൗൺ ട്രെൻഡ് നമുക്ക് ഒരിക്കലും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വലിയ പ്ലെയേഴ്സ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത്. ഒരു ഡൗൺ ട്രെൻഡ് ശേഷം നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നല്ല സ്ട്രെങ്ത്തിൽ സെല്ലിംഗ് നടക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് നടക്കുന്നുണ്ട്. വീണ്ടും ഒരു സെല്ലിംഗ് തന്നെ ഫോക്കസ് ചെയ്യാം, ഒരു അപ്സൈഡ് ട്രേഡ്സ് എടുക്കാതെ സെല്ലിംഗ് തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ വാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്സൈഡ് മൂവ് ചെയ്യുന്നു, അഗെയിൻ ഡൗൺ വരുന്നു, വീണ്ടും അപ്സൈഡ് മൂവ് ചെയ്യുന്നു, അഗെയിൻ ഡൗൺ വരുന്നു കണ്ടോ. താഴെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടിയാൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്, പക്ഷേ ഇവിടുന്ന് ഒരിക്കലും ബൈ എടുക്കരുത്. കാരണം എന്താ, ഇവിടുന്ന് ഓരോ വട്ടം മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുമ്പോഴും പുതിയ ഒരു സ്ട്രെങ്ത് ഇല്ല മാർക്കറ്റിന്. അപ്പോൾ ഇതൊരു ഹൈ ആണ്. ഇത് കണ്ടോ ഇവിടുന്ന് ആദ്യം ഇത്രയും കയറിപ്പോൾ ഇവിടെ എത്തി അല്ലേ, വീണ്ടും സപ്പോർട്ടോട് തിരിച്ചു വന്നു, ഇവിടുന്ന് കയറിയപ്പോൾ കണ്ടോ ഈ ഹൈനെ ഈ പഴയ പ്രൈസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ടോ. വീണ്ടും താഴത്തേക്ക് വന്നുകൊണ്ടോ ഈ പഴയ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. താഴെ പ്രൈസ് ഹൈ ആണ്, മേ ബി ഇവിടെ ഒരു 1000 ആണെങ്കിൽ ഇവിടെ 1100 ആവാം, ഇവിടെ 1200 ആവാം കാണിക്കുന്നത്. പക്ഷെ മുകളിൽ കണ്ടോ ഇവിടെ ഒരു 500 400 300 മുകളിൽ ഡൗൺ സൈഡ് സിംറ്റംസ് മാർക്കറ്റ് കാണിക്കുന്നത്. ഒരു പുതിയൊരു പ്രൈസിലോട്ടോ അല്ലെങ്കിൽ പുതിയ ട്രെൻഡോ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നു. അഗെയിൻ എപ്പോഴാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് സൈഡിൽ നോക്കാം. കാരണം ഇതിന് മെയിൻ നമ്മൾ സെല്ലിംഗ് മാത്രം ഫോക്കസ് ചെയ്യാൻ കാരണം ഇതിന് മെയിൻ ട്രെൻഡ് സെല്ലാണ് അല്ലേ. മെയിൻ ട്രെൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ലെഗ് പറയുമ്പോൾ എപ്പോഴും ഒരു മേജർ സെല്ലിങ് നടന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇതിൽ ബൈയിങ് നോക്കാതെ എപ്പോഴും ഒരു സെല്ലിംഗ് ഫോക്കസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ അതിൽ. ഇതൊക്കെയാണോ ബുള്ളിഷ് പെനൻറ്റും ബെയറിഷ് പെനൻറ്റും. ഓക്കെ ഈ ഒരു കോൺസെപ്റ്റിലൊക്കെയാണ് ഇതിൻ്റെ ഇതുണ്ടോ ഇതിൻ്റെ പാറ്റേൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെങ്ത് ഒക്കെ ഇവിടെ നമുക്ക് TP വയ്ക്കാം, അല്ലെങ്കിൽ ഇതിന് മേലെ SL വയ്ക്കാം. ഓക്കെ ഈ SLും TPയും നമ്മളായിട്ട് ചാർട്ട് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ ഡൗട്ട് മാറും കേട്ടോ. ഇതിൽ സിലബസിൽ നോക്കണ്ട, നമ്മളായിട്ട് പാറ്റേൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഐഡിയ കിട്ടും എപ്പോഴും. സിറിൽ ബ്രോ ഓക്കെ അല്ലേ ഇത്? ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ട. എന്തായാലും നമ്മൾ ട്രേഡ്സ് എടുക്കുന്ന എടുക്കാത്ത വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ഇതൊരു നോളജ് വൈസ് എപ്പോഴും നല്ലതാണിത്. ഇത് ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺസ്. ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഒരു മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്തതിന് ശേഷം പാരൽ ചാനൽ മാർക്കറ്റ് വരുന്നു അല്ലേ, ഒരു ഫ്ലാഗ് പോലെ. ഇങ്ങനെ മാർക്കറ്റ് ഫോമായി എപ്പോഴാണോ ഈ ഫ്ലാഗിൻ്റെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്, ഈ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാം. ഈ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ട്രേഡ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ TP ടാർഗറ്റ് പോയിന്റ് പറയുന്നത് ഇതേ സെയിം ലെങ്ത് നമുക്ക് ഇവിടെ ടാർഗറ്റ് വയ്ക്കാം. ഒരു അപ് ട്രെൻഡിന് ശേഷം പാരൽ ചാനൽ മാർക്കറ്റ് ഫോം ചെയ്യുന്നു. ഈ പാരൽ ചാനലിലെ മുകളിലെ അപ്സൈഡ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുത്തതിന് TP ടാർഗറ്റ് പറയുമ്പോൾ ഈ ഒരു ലെങ്ത് നമുക്ക് ഇവിടെ ടാർഗറ്റ് വയ്ക്കാൻ പറ്റും. SL പറയുമ്പോൾ ഈ ഫ്ലാഗിൻ്റെ മിഡ് റേഞ്ച് നമുക്ക് SL വയ്ക്കാം, സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാൻ പറ്റും.
ബുള്ളിഷ് ഫ്ലാഗ്. ഇത് നോക്കേണ്ടത് ചാർട്ടിൽ പോയി നോക്കേണ്ടത് എപ്പോഴും ഒരു അപ് ട്രെൻഡിന് ശേഷം ആണ് പോയി നോക്കേണ്ടത് അല്ലേ. ഓൾറെഡി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാറ്റേൺ ഫൈൻഡ് ചെയ്താണ് ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എൻ്റയർ പാറ്റേൺ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതും കഴിഞ്ഞ് ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്തേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും പറയാൻ കാരണം നിങ്ങൾ ഈ പാറ്റേൺസ് നോക്കുമ്പോൾ മേ ബി ചിലർക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റാറില്ല. അത് കാരണം ഇത്രേ ഉള്ളൂ, നമ്മൾ ഇവിടെ മുതലേ കണ്ടുപിടിക്കാൻ നോക്കും. അത് വേണ്ട, നമുക്ക് ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇത് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടാവും. ഓക്കെ, ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺസ്. ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ SLും DPയും പറഞ്ഞു തന്നു ഉണ്ടോ. ഈ ലെങ്ത് ആണ് ഇവിടെ TP വയ്ക്കുക. SL പറയുമ്പോൾ ഇതിൻ്റെ മിഡ് റേഞ്ച് തന്നെ SL വയ്ക്കാം. ഈ ഒരു ഫ്ലാഗിൻ്റെ മിഡ് റേഞ്ച് തന്നെ നമുക്കുണ്ടോ ഇവിടെ തന്നെ SL വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ SL വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ വേറെ കാര്യം പറയാം. ഇത് ജസ്റ്റ് നമുക്ക് ഈ പാറ്റേൺസിൻ്റെ ഔട്ട് ഓഫ് സിലബസ് ആണ്, എന്നാലും പറയാം. ഇത് കണ്ടോ, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ, ഇത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു അപ് ട്രെൻഡിന് ശേഷം ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കണ്ടോ, ഇത് റെസിസ്റ്റൻസിന് തൊട്ടടുത്തല്ലേ നല്ല സ്ട്രോങ്ങിൽ ഗ്രീൻ ക്യാൻഡിൽ വന്ന് അല്ലേ. അപ്പോൾ ഇതിലിങ്ങനെ പറയപ്പെടുന്നത് ലാസ്റ്റ് വന്ന 7 അല്ലെങ്കിൽ 14 ക്യാൻഡിൽസിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്തിൽ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. 7 അല്ലെങ്കിൽ 14 ക്യാൻഡിൽസോ 14 കൂടുതൽ ക്യാൻഡിൽസിൽ ഇതിന് തൊട്ട് മുന്നത്തെ 7 ക്യാൻഡിൽസ് അല്ലേ, 7 ക്യാൻഡിൽസ് ഞങ്ങൾ സ്ട്രെങ്ത്തുള്ള ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ അല്ലേ അല്ലേ. അതിൽ 14 ക്യാൻഡിൽ കൂട്ടിക്കോ. ഈ 14 ക്യാൻഡിൽസിൽ ഏറ്റവും സ്ട്രെങ്ത്തുള്ള ഗ്രീൻ ക്യാൻഡിൽ ഇതല്ലേ, ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് അല്ലേ. റെഡ് ക്യാൻഡിൽ നോക്കണ്ട, കാരണം എന്താ, നമ്മളിതിൽ അപ് ട്രെൻഡാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റെഡ് ക്യാൻഡിൽ നോക്കില്ല. ആരെങ്കിലും ചോദിക്കുന്നുണ്ട് ഇതിൽ? ഹലോ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ലാസ്റ്റ് വന്ന് 7 അല്ലെങ്കിൽ 14 ക്യാൻഡിൽസാണ് സ്ട്രെങ്ത്തിൽ ഗ്രീൻ ക്യാൻഡിൽ റെസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് തൊട്ടടുത്ത ക്യാൻഡിൽസ് മുതൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. മേ ബി ഇത് ഓൾമോസ്റ്റ് ഞാൻ അത്ര ഡീപ്പായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല, 1-2 ഞാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ആ കോൺസെപ്റ്റ്. പിന്നെ എപ്പോഴും അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ചാൻസ് മാത്രമല്ലേ, എപ്പോഴും ബ്രേക്ക് ഔട്ട് കിട്ടി ആ ലെവലിന്, ആ ബ്രേക്ക് ചെയ്യേണ്ട ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തെത്തിയതിന് ശേഷം മാത്രം ട്രേഡ്സ് നോക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ നിന്നൊക്കെ നോക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. മേ ബി ചിലപ്പോൾ എല്ലാം ഇത് ബ്രേക്ക് ചെയ്യാനുള്ള നിർബന്ധമില്ലല്ലോ. മേ ബി ഇങ്ങനെ കാണിച്ചിട്ട് മേ ബി ഇവിടെ നിന്ന് താഴ്ത്തി പോയേക്കാം. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ്സ് നോക്കുകയായിരിക്കും നല്ലത്. ബുള്ളിഷ് ഫ്ലാഗ് ഇതാ ഒരു അപ് ട്രെൻഡിന് ശേഷം ഫ്ലാഗ് ഫോം ചെയ്യുന്നു. ഈ ഫ്ലാഗ് നമ്മൾ ഫൈൻഡ് ചെയ്ത് ഈ ട്രെൻഡിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ട്രേഡ്സ് എടുക്കുന്നു. ഈ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്നു. ഇതേ ലെങ്ത് നമുക്കിവിടെ ടാർഗറ്റ് വയ്ക്കുന്നു. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ബുള്ളിഷ് ഫ്ലാഗ് ഓക്കെ അല്ലേ? ഓക്കെ. സോബിൻ ബ്രോ, സീത മാം, എന്താണ് അവസ്ഥ? ഇബ്രാഹിം ഒന്ന് മുകളിലേക്ക് അതൊന്ന് കാണിക്കാമോ? ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഗ്രീൻ ക്യാൻഡിൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആ പ്രോസസ്സിന് നമ്മള് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നല്ലേ പറഞ്ഞ അത് നല്ല അത് 7 to 14 ക്യാൻഡിൽസിൽ ഒരെണ്ണം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പോസിറ്റീവ് സൈൻ ആണെന്നല്ലേ ഇബ്രാഹിം ഇപ്പൊ പറഞ്ഞേ? അതെ. അപ്പൊ ആ ലൈനിന്റെ ഏറ്റവും മുകളില് നമ്മൾ വേറൊരു സ്ഥലത്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് കാണുന്നുണ്ടല്ലോ, പക്ഷെ അവിടെ ഡൗൺ, പിന്നെ അത് താഴത്തേക്കല്ലേ വന്നേ? ഇതാണ് ഉദ്ദേശിച്ചത്. ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യണതിന്റെ അവിടെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഇതാണ് ഉദ്ദേശിച്ചത് മാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാൻഡിൽസ് സിംഗിൾ ക്യാൻഡിൽസ് മാത്രം നോക്കുമ്പോൾ വാല്യൂ ഇല്ല. കാരണം അത് അപ് ട്രെൻഡ് കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് അല്ലേ, അതിൽ എപ്പോൾ വേണമെങ്കിൽ സെൽ ഓഫ് പ്രതീക്ഷിക്കാം. ഇത് അങ്ങനെയല്ല, ഇത് ഓൾറെഡി സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്, ഈ പാർട്ടാണ് അല്ലേ. സ്റ്റോക്കിന്റെ ഒരു പെയറിന്റെ ഓൾറെഡി സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എൻഡിങ്ങിൽ കയറി മേ ബി ഇങ്ങനത്തെ എൻഗൾഫിംഗ് ക്യാൻഡിൽസ് കിട്ടുക. ഇത് ഓൾറെഡി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അപ്സൈഡിൽ നല്ല സ്ട്രെങ്ത്തിൽ ക്യാൻഡിൽ വന്നാലും അതിലാരും ബൈ എടുക്കില്ല, കാരണം ഭയങ്കര ഹെവി റിസ്ക് ആണത്. പെട്ടെന്ന് കയറി മേ ബി വലിയ ഡൗൺഫോൾ വരിക. ബെസ്റ്റ് എക്സാമ്പിൾ ഗോൾഡ് നോക്കി മനസ്സിലാവും നിങ്ങൾക്ക്. ഡേ ഫ്രെയിം ഇട്ടിട്ട് ഗോൾഡ് നോക്കി മനസ്സിലാവും. പക്ഷേ നല്ല സ്ട്രെങ്ത്തിൽ കയറി പോയിട്ടുണ്ടാവും, പക്ഷേ നെക്സ്റ്റ് ഡേ ഒക്കെ പെട്ടെന്നാണ് 500-600 പോയിന്റ് ഡോളറിൽ താഴത്തേക്ക് മൂവ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ്. ഓക്കെ, നമ്മളിപ്പോഴും പറയാറില്ലേ, ഒന്നിൽ റെസിസ്റ്റൻസിൽ സപ്പോർട്ടിൽ വേണം ക്യാൻഡിൽസ്, എന്നാൽ മാത്രമേ ക്യാൻഡിൽസിന് വാല്യൂ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺസ്. ബെയറിഷ് ഫ്ലാഗ് ഒരു ഡൗൺ ട്രെൻഡ് മൂവ് ചെയ്യുന്നു. ഫസ്റ്റ് ഡൗൺ ട്രെൻഡ് ഫോം ആയതിനു ശേഷം താഴെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ഒരു പാരലൽ ചാനൽ ഉണ്ടോ. ഇപ്പം ഇങ്ങനെ സംഭവിച്ചാലും നമ്മൾ ഇത് അപ്പ് ട്രെൻഡ് ആണല്ലേ, ഹൈ ലോ ഹൈ കണ്ടോ, ഇതിന് മുകളിലേക്ക് പോയിട്ടുണ്ട് ഉണ്ടോ. ഇങ്ങനെ സംഭവിച്ചാലും നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് നോക്കരുത്. കാരണം ഇവിടെ ഫസ്റ്റ് ഒരു മെജോറിറ്റി റീസൺ ഉണ്ടോ, ഇത് നല്ല സ്ട്രോങ് സെല്ലിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിൻ്റെ ബേസിൽ ഇത് വീണ്ടും സെല്ലിലോട്ട് മൂവ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാം. ഇവിടെ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ലെഗിൻ്റെ അതേ സെയിം ലെങ്ത് നമുക്ക് ടി പി വയ്ക്കാം. ടാർഗറ്റ് പോയിന്റ് SL, ഈ ഫ്ലാഗിൻ്റെ മിഡ് റേഞ്ച് നമുക്ക് SLും വയ്ക്കാം. സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൽ ബെയറിഷ് ഫ്ലാഗ് എന്ന് പറയും. ഓക്കെ, ബെയറിഷ് ഫ്ലാഗ് ചാർട്ടിൽ കാണപ്പെടുന്ന ഒരു രൂപതായിരിക്കും. എക്സാക്ട് ഇത് ഇത്രയും ഭംഗിയിൽ ഒരിക്കലും ഫ്ലാഗ് അല്ലെങ്കിൽ പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ രീതിക്കായിരിക്കും മേ ബി ഫ്ലാഗ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് ബുള്ളിഷ് റെക്ടാങ്കിളൊക്കെ ട്രേഡ്സ് കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തല്ല. അതിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ പാറ്റേൺസിൻ്റെ അണ്ടറിൽ ഉള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ജസ്റ്റ് എന്തായാലും അന്ന് പഠിച്ചു വെച്ചാൽ എന്തായാലും കേട്ടോ. ഓക്കെ, ബുള്ളിഷ് റെക്ടാങ്കിൾ ഒരു അപ്സൈഡിന് ശേഷം അല്ലേ, നമ്മൾ സൈഡ് വേസ് മാർക്കറ്റ് പറയാമല്ലേ, കൺസോൾട്ടേഷൻ ഫേസ് ഒക്കെ, ഒരു പുതിയ ഹൈയോ ഒരു പുതിയ ലോ ഉണ്ടാക്കാത്തൊരു മാർക്കറ്റ് അല്ലേ. ഒരു അപ് ട്രെൻഡിന് ശേഷം കണ്ടോ മാർക്കറ്റ് ഒരു മുകളിൽ ഒരു ഫ്ലാറ്റ് പ്രൈസ്, ഒരു 1000 അല്ലെങ്കിൽ ഗോൾഡിലൊക്കെ 4500 പ്രൈസ് അവിടെ മൂവ് ചെയ്യാണ് കേട്ടോ. അതേ പ്രൈസ് ഇവിടെ താഴെ കണ്ടോ, സെയിം ഒരു 4000, ഇവിടെ 4500, ഇവിടെ 4000. ഈ ഒരു പ്രൈസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ. അതിന് കൺസോൾട്ടേഷൻ ഫേസ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു മാർക്കറ്റിലൊക്കെ കണ്ടോ, ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ഇവിടെ സൈഡ് വേസ് ആയിട്ട് പോലും ഇത് ഡൗണിലോട്ട് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ ഇത്രയൊക്കെ സൈഡ് വേസ് ആയിട്ട് പോലും ഈ സപ്പോർട്ട് ബ്രേക്ക് താഴത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ ബയേഴ്സ് ഇത് ഇവിടെ സ്ട്രോങ് ആണ്. ഇവിടെ മേടിച്ച ആൾക്കാർ ഇവിടെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് താഴത്തേക്ക് ഇറക്കി വിടാത്തത്. അതിന് ഈ പാറ്റേൺസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ബയേഴ്സ് ഈ ലെവലിൽ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ലെവൽ വിട്ട് താഴത്തേക്ക് പോകാത്തത്. അപ്പോൾ അവിടെ സ്ട്രോങ് ആണെന്ന് അർത്ഥമുള്ളൂ. പക്ഷെ നമുക്കിത് എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ആവാം അല്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ബൈയിങ് പ്രഷർ ഉണ്ട്, മനസ്സിലാക്കാം. ഇവിടെ ട്രേഡ്സ് എടുക്കാം. റെസിസ്റ്റൻസ് ബ്രേക്ക് ആയതിനു ശേഷം മാത്രം. കാരണം ഈ ഒരു ട്രെൻഡിൽ ഈ സൈഡ് വേസ് ട്രെൻഡിൽ കൺസോൾട്ടേഷൻ ഫേസ് ഇല്ലേ, മേ ബി ഇത് എത്ര വേണമെങ്കിൽ നീളാൻ ചാൻസ് ഉണ്ട്. 1-2 ദിവസം ആവാം, മേ ബി 1 വീക്ക് ആവാം, 2 വീക്സ് ആവാം. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഒരു സ്പീഡ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അതെ, ഫ്ലാഗും ഇതിലും ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ കുറച്ച് നല്ലത് നമുക്ക് അസെൻഡിങ് ഡിസെൻഡിങ് ഒക്കെ പാറ്റേൺസ് വരുന്നത് നോക്കാം എന്തായാലും. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ടി പി ഈ ലെഗാണ്, ഇതിൻ്റെ ലെങ്ത് ഇവിടെ ടി പി വയ്ക്കും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പറയുമ്പോൾ ഈ റെക്ടാങ്കിളിൻ്റെ മിഡ് റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബുള്ളിഷ് റെക്ടാങ്കിൾ കഴിഞ്ഞു. നെക്സ്റ്റ് ബെയറിഷ് റെക്ടാങ്കിൾ ആണ്. ബെയറിഷ് റെക്ടാങ്കിൾ അല്ലേ, ഒരു ഡൗൺ സൈഡ് വിടുന്നു, സൈഡ് വേസ് കൺസോൾട്ടേഷൻ മൂവ് ചെയ്യുന്നു. അഗെയിൻ എപ്പോഴാണ് ഈ താഴത്തെ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നത് അപ്പോൾ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഈ പ്രൈസ് ആക്ഷന് വിന്നിങ് റേറ്റ് കൂടുതലേ പറയാൻ കാരണം അറിയോ, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന പോലെ തന്നെ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിട്ട് 100 ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ. പകരം ഒരു 60-70 അവർ ആൻസർ ചെയ്തിട്ട് ബാക്കി 40 നമ്മുടെ ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ ഈസി അല്ലേ. അതുപോലെ ഇത് ഓൾറെഡി ട്രെൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും മാർക്കറ്റിൽ, പിന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പോർഷൻ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഈ ഭാഗം ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നമ്മൾ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. സോ പ്രോഫിറ്റും ലോസും കുറവായിരിക്കും. പക്ഷെ ഒരു ഇൻട്രാഡേ ഡെയിലി ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ മെയിൻലി ഈ ട്രേഡ് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൈസ് ആക്ഷനൊക്കെ അവർ നോക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇന്ത്യൻ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ അല്ലേ, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അതിലൊക്കെ ഈ പാറ്റേൺസ് ഒരു ഓൾമോസ്റ്റ് നല്ല രീതിക്ക് വർക്കിംഗ് ആണ്. ഓക്കെ, ബെയറിഷ് റെക്ടാങ്കിൾ ഒരു ഡൗൺ സൈഡിന് ശേഷം സൈഡ് വേസ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ താഴെ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നത് അപ്പോൾ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കുന്നു. ഷോർട്ട് സെൽ എൻട്രി എടുക്കുന്നു. SL ഈ ലെവലിൽ SL വയ്ക്കാം. TP പറയുമ്പോൾ ഇതേ ലെങ്ത് നമ്മുടെ ടാർഗറ്റ് പോയിന്റ് സെറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ ആണോ? ഏകദേശം മിനിറ്റ്സിലൊക്കെയാണോ ഈ പാറ്റേൺസ് ഒക്കെ നോക്കുന്നത്? യെസ്, അത് എപ്പോഴാണ് നല്ലത്. അപ്പോൾ ഈ പാറ്റേൺസ് പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പാറ്റേൺസും ഇല്ലേ, ഇപ്പോൾ പറഞ്ഞ എല്ലാ പാറ്റേൺസും ഒരു 30 മിനിറ്റ്സ് 50 മിനിറ്റ്സ് നോക്കുക നല്ലത്. കാരണം ഇതൊരു ലോങ് ടൈം എൻട്രി, നല്ലൊരു വൈഡ് എൻട്രിക്ക് വൈഡ് റാലിക്ക് അത്ര സൂട്ടബിൾ അല്ല പറയാൻ. കാരണം അതിൽ പറ്റിയതൊക്കെ അസെൻഡിങ് അത് വരുന്നുള്ളൂ. ആ പാറ്റേൺസ് കുറച്ച് ഇതിൽ നോക്കേണ്ട ഇമ്പോർട്ടൻസ് പാറ്റേൺസ് ഏതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ക്യാൻഡിൽസിൽ പറഞ്ഞില്ലേ, എൻഗൾഫിങ് ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ പിയേഴ്സിംഗിലെയും കുഴപ്പമില്ല അല്ലേ. ക്യാൻഡിൽസിന് 8 ക്യാൻഡിൽസ് പഠിച്ചതിൽ 3-4 ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതിൽ പാറ്റേൺസിലും ഇമ്പോർട്ടൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇത് ഫോളിംഗ് വെഡ്ജ്. ഈ പാറ്റേൺസ് മുന്നേ കണ്ടാൽ ഓർക്കുന്നുണ്ടോ? ഫ്ലാഗ് അല്ല, പെനന്റ് അല്ലേ. ബുള്ളിഷ് പെനന്റ് സെയിം ആയിട്ടില്ല വരുന്നത്. യെസ്, അടിപൊളി. ബ്രോ ഇത് മുന്നേ അറിയാം. അതാണ് ഡിഫറൻസ് ഉള്ളൂ. ഇത് കണ്ടോ, ബുള്ളിഷ് പെനന്റിൽ ഈ പ്രൈസിനെ ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല, അതുപോലെ ഇതും ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷേ താഴത്തെ കണ്ടോ, ബുള്ളിഷ് പെൻഡിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഫോളിംഗ് വെഡ്ജിൽ ഈ ഒരു പ്രൈസിനെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് പോയിട്ടുണ്ട്. കണ്ടോ, ഇതും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വീണ്ടും കാണിച്ചു തരാം, നോക്കിക്കോ. ഇത് ഇവിടെ കണ്ടോ, ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഈ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ബുള്ളിഷ് പെനന്റിൽ അത് സംഭവിച്ചിട്ടില്ല. കണ്ടോ, ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ കണ്ടോ, ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഫോളിംഗ് വെഡ്ജിൽ എങ്ങനെയായിരുന്നു, ഈ പ്രൈസിനെ ഇതിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ലേ ഇല്ലേ. സോബിൻ ബ്രോ എന്താണ് അവസ്ഥ? ഇത് ക്ലിയർ അല്ലേ? സീത മാം ഓക്കെ ആ പറഞ്ഞത്? ആ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് പാറ്റേൺസും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ബുള്ളിഷ് പെനന്റ് ആവട്ടെ ഫോളിംഗ് വെഡ്ജ് ആവട്ടെ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രേഡ്സ് ഇൻട്രാഡേ ട്രേഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ട്രേഡ്സ് ആണ് അതൊക്കെ. ഇതാ ഞാൻ പരമാവധി നെക്സ്റ്റ് ദിവസങ്ങളിൽ ചാർട്ട് പാറ്റേൺസ് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പരമാവധി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ചാർട്ട് പാറ്റേൺസ് ഞാനത് നോക്കലില്ല, നല്ല അപ്ഡേറ്റ് ചെയ്ത് എന്താണ് അവസ്ഥ നോക്കിയിട്ട് പറയാം. ഉണ്ടോ, ഒരു അപ് ട്രെൻഡിന് ശേഷം ഇങ്ങനെ പാറ്റേൺസ് ഫോം ആവുന്നു. അപ്പോൾ ഈ പാറ്റേൺസിൽ മെയിൻലി ഒരു കാര്യം നോക്കിയാൽ മതി, ഈ മാർക്കറ്റ് സ്റ്റാർട്ടിങ് നടന്ന സ്പേസ് മൂവ് ചെയ്യുന്നവരില്ല അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നടന്ന മാർക്കറ്റിൻ്റെ സ്പേസ് മൂവ് ചെയ്യുന്നൊരു സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ആ മാർക്കറ്റ് അല്ലെങ്കിൽ ആ പെയർ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് ഇല്ലാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിർത്തലാക്കാൻ പോകുന്നതല്ല. ഇതിന് ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ചെയ്തേ പറ്റൂ അല്ലേ. ഏതെങ്കിലും ഒരു സൈഡ് ആ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതാ അല്ലേ, കാരണം ഇതുണ്ടോ ട്രയാങ്കിൾ പാറ്റേൺസ് പോലെ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നു, എഗൈൻ ഇത്ര സ്പേസ് കിട്ടി അല്ലേ. മാർക്കറ്റ് മൂവ് ചെയ്യുന്നൊരു സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉണ്ടോ, നമ്മൾ പഠിച്ച പോലെ ഒരു അപ് ട്രെൻഡിന് ശേഷം ഡൗൺ ട്രെൻഡിൽ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺസ് ഫോമായി എഗെയിൻ വീണ്ടും ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അപ്സൈഡ് ട്രേഡ്സ് നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഇതേ സെയിം ലെങ്ത് ഇവിടെ TP വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് ഇവിടെ ടാർഗറ്റ് വയ്ക്കാം. SL എപ്പോഴും ഇതിന് താഴെ അല്ലെങ്കിൽ ഇവിടെ കഴിയും SL വയ്ക്കുക. സ്റ്റോപ്പ് ലോസ് ഓക്കെ ആണോ? ഫോളിംഗ് വെഡ്ജ് നമുക്ക് സെയിം തന്നെ വരുന്നത്. അത് പാറ്റേൺസിൽ എപ്പോഴും നമുക്ക് ആ ബ്രേക്ക്ഔട്ടിൽ മാത്രം ട്രേഡ്സ് ഉള്ളൂ. കാരണം ബ്രേക്ക്ഔട്ട് മുന്നേ ട്രേഡ്സിൻ്റെ ഇത് മേ ബി സ്ട്രക്ചർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പറഞ്ഞ പാറ്റേൺസ് ഉണ്ട്, വരുന്നേ ഉള്ളൂ. അത് നോക്കട്ടെ ജസ്റ്റ് 2 മിനിറ്റ്. അല്ല, അത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. സിമെട്രിക്കൽ ട്രയാങ്കിൾ ഒരു പാറ്റേൺസ് ഉണ്ട്. അത് ബെയറിഷ് പെൻഡില്ലേ, ബെയറിഷ് പെൻഡ് എന്താ, ഒരു അപ് ട്രെൻഡ് ഒരു ടോപ്പിൽ നിന്ന് മാറി ഡൗണിലോട്ട് വീഴുന്നു അല്ലേ. സൈഡ് ബേസ് പെനന്റ് ഫോം ആവുന്നു, എഗൈൻ താഴത്തോട്ട് വീഴുന്നു. പക്ഷെ സിമെട്രിക്കൽ പറയുമ്പോൾ ആ പെനന്റ് ബെയറിഷ് പെൻഡിൻ്റെ പെനന്റ് അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാറ്റേൺസിൻ്റെ പേരേ മാറും. ഞാൻ കാണിച്ചു തരാം. പാറ്റേൺസ് ജസ്റ്റ് വെറുതെ കാണിച്ചു തരാം. ഇത് കണ്ടോ, പെനന്റിൽ നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഡൗൺ ട്രെൻഡിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ പോയി അപ്സൈഡ് മൂവ് ചെയ്ത് ഇങ്ങനെ ബ്രേക്ക് ആയി, ഇത് ബെയറിഷ് പെനന്റ് ആയി അല്ലേ. ഇത് ഇങ്ങനെ ബ്രേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഈ പാറ്റേൺസിൻ്റെ പേര് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺസ് ആയി. സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺസ് ആയി. ഇത് നല്ല 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 പാറ്റേൺസ് ആട്ടോ. അത് ഏത് അത്യാവശ്യം നല്ല രീതിയിൽ വിന്നിങ് റേറ്റിലാണ്, ഗോൾഡിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിന്നിങ് റേറ്റ് എങ്ങനെ ഒന്നും കൂടി ബ്യൂട്ടി ഒക്കെ അറിയിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. എത്രമാത്രം കിട്ടുമെന്ന് അറിയത്തില്ല, കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുമെന്നാലും. ഇപ്പോൾ ഈ പാറ്റേൺസ് കണ്ടോ, ഈ പാറ്റേൺസിൻ്റെ ഇതിന് മിഡ് കണ്ടോ, മിഡ് ഇതിലെപ്പോഴും റൗണ്ട് നമ്പേഴ്സ് വരും. ഇതിൽ റീസെൻ്റ്ലി ഒരു 1 month മുന്നേ ഗോൾഡിലും ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ചില ഈ പാറ്റേൺസിൻ്റെ മിഡ് റേഞ്ച് കണ്ടു. മിഡ് റേഞ്ച് പറയുമ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ ഒരു റൗണ്ട് നമ്പർ വരും 5. അത് ഗോൾഡിൽ നടന്ന് എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ ഓർമ്മ ശരിയാൻ തോന്നുന്നു 5000 അല്ലെങ്കിൽ 4500 ഇങ്ങനത്തെ. അപ്പോൾ ഈ പാറ്റേൺസിൻ്റെ മിഡ് റേഞ്ചിലാണ് ആ റൗണ്ട് നമ്പർ കോൺഫിഡൻസ് വരിക. ഒരു PR സുന്ദർ പറഞ്ഞ പുള്ളിയുണ്ട്, PR സുന്ദർ. അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രേഡർ ഉണ്ട്. പുള്ളിയൊക്കെ ഈ പാറ്റേൺസ് വെച്ച് മാത്രം പുള്ളി ട്രേഡ് ചെയ്യുന്നുണ്ട് ഫോറിൻ സ്റ്റോക്കുകളിലൊക്കെ. PR സുന്ദർ ആണ് തോന്നുന്നു, ഇതിൽ പുള്ളി ഡീറ്റെയിൽ പറയുന്നുണ്ട്. അതിന് ഇതിൻ്റെ ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ബ്യൂട്ടി ആകാൻ ഇത്രേ ഉള്ളൂ. ആ സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ മിഡ് റേഞ്ച് എപ്പോഴും ഒരു റൗണ്ട് നമ്പർ ആയിരിക്കും. മേ ബി അങ്ങനെ വരാൻ ഹൈലി ചാൻസ് ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പാറ്റേൺസ് ഒന്നും കൂടി വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. മാർക്കിങ്ങിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് കിളിപോയ ഒരു അവസ്ഥ, ഒരു കിട്ടാത്ത അവസ്ഥ ഉണ്ടോ? ഓക്കെ ആണല്ലേ. സിറിൽ ബ്രോന് എന്താ അവസ്ഥ ഇതിന്റെ സിമെട്രി ട്രയാങ്കിളിന്? ആ 2 താഴെ മുകളിലും ട്രയാങ്കിൾ സിമെട്രിയാണ്. ഓക്കെ. അപ്പോൾ ഈ പാറ്റേൺസ് ആപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ വേറെ പാറ്റേൺസ് എടുക്കാണ്ട്. നമ്മൾ ലാസ്റ്റ് എടുത്ത് ഫോളിംഗ് വെഡ്ജ് അല്ലേ? എന്താ ഫോളിംഗ് വെഡ്ജിന്റെ റിയൽ മാർക്കറ്റ് ചാർട്ട് ഇതാ വരുന്നത് കണ്ടോ, ഒരു താഴത്തോട്ട്. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് റെസിസ്റ്റൻസ് മസ്റ്റാണ്. അത് വരച്ച് പഠിക്കാൻ തന്നെ വേണം. സപ്പോർട്ട് റെസിസ്റ്റൻസ് മസ്റ്റാണ് എല്ലാത്തിനും. കണ്ടോ, ഇതിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഇത് ബ്രേക്ക് ആയാൽ നമുക്ക് അപ്സൈഡ് ട്രേഡ് ചെയ്ത് നോക്കാം. അഗെയിൻ ഇത് റൈസിങ് വെഡ്ജ്. ഇതിന് ട്രെൻഡ് ഡൗൺ ആണ്, പക്ഷെ വെഡ്ജ് അപ്സൈഡ് ആണ്. ട്രെൻഡ് ഡൗൺ ആണ്, വെഡ്ജ് അപ്സൈഡ് ആണ്. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം കണ്ടോ അപ്സൈഡ് വെഡ്ജ് ഫോം ആവുന്നു. അഗെയിൻ താഴത്തോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ചിലപ്പോൾ തോന്നുന്നത് മേ ബി ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അപ് ട്രെൻഡ് പോകുമ്പോൾ മേ ബി നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് എടുക്കാൻ ചാൻസ് ഇല്ലേന്ന് ചോദിക്കാറുണ്ട്. അല്ല അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ അപ്സൈഡ് പോകുമ്പോൾ കണ്ടോ, ഇത് അപ്സൈഡ് ട്രെൻഡ് അല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അപ്സൈഡ് ട്രേഡ്സ് എടുക്കാൻ ചാൻസ് ഇല്ലേ, മേ ബി അതിലും ട്രാപ്പ് ആവാൻ ചാൻസ് ഇല്ലേ, ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊരു ഹൈ ആണ് അല്ലേ, ഇത് ഹൈ ആണ് അല്ലേ, ഇത് ഹയർ ലോ ആണ്. ഇത് ഒരു ചെറിയ രീതിക്കൊന്നും കണ്ടോ കട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും അപ് ട്രെൻഡ്, പ്യൂർ അപ് ട്രെൻഡ് പറയുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുക, ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുക. അതാണ് കറക്റ്റ് ക്ലിയർ അപ് ട്രെൻഡ് സ്ട്രക്ചർ വരുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചുണ്ടോ, ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് താഴ്ത്തിയത് മനസ്സിലാക്കണം. കണ്ടോ, ഇവിടുത്തെ ബയേഴ്സ്, ഇവിടുത്തെ സെല്ലേഴ്സ് ഇതിന് വലിയ രീതിക്ക് അപ്സൈഡ് വിടുന്നില്ല, നല്ല രീതിക്ക് അതിന് അപ്സൈഡ് കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മേ ബി ഒറ്റൊരു കോൺഫിഡൻസ് ഉണ്ടായാലും അത് നമ്മൾ കൺസിഡർ ചെയ്ത് ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കരുത്. മേ ബി വീണ്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടോ, ഈ ഹൈഡ് തൊട്ട് മേലേക്ക് കയറി താഴ്ത്തേക്ക് വീണു, ഇതിന് തൊട്ട് മേലേക്ക് കയറി വീണ്ടും താഴ്ത്തേക്ക് വീണു. അപ്പോൾ അത് മേ ബി ഒരു ബൈയിങ് പ്രഷർ ഇല്ല, മേ ബി സെല്ലിങ്ങിലോട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ സെല്ലിങ്ങിലോട്ട് മാറാൻ വേണ്ടി നിൽക്കുന്ന ഒരു പെയറൊക്കെ മേ ബി അങ്ങനത്തെ സിംറ്റംസ് കാണിക്കാറുണ്ട് അതിൽ. ബയസ് സ്ട്രോങ് അല്ല, അതാണ് മീൻ ചെയ്യുന്നത്. മേ ബി എപ്പോൾ വേണിച്ചാൽ അത് മാറാൻ ചാൻസ് ഉണ്ട് അർത്ഥം. ചിലതൊക്കെ നമുക്ക് മുന്നേ നമ്മൾ ട്രേഡ്സ് മുന്നേ അറിയാൻ പറ്റും. നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചിലപ്പോൾ മേ ബി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടൊക്കെ മേ ബി ബ്രേക്ക് ഔട്ട് മുന്നേ അറിയാൻ പറ്റും. മേ ബി ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ലേറ്റ് ആയി പോയില്ലേ? ഓക്കെ. ഈ അപ്പോൾ ഇത്രയും പാറ്റേൺസ് പറഞ്ഞില്ലേ, റേസിംഗ് വെഡ്ജ് വരെ പറഞ്ഞതിൽ ക്ലിയർ ഡൗട്ട് മേ ബി ഒന്ന് നമുക്ക് ചാർട്ടിൽ കണ്ടാലും ഒന്നുകൂടി ഓക്കെ ആവുള്ളൂ. പക്ഷെ പറഞ്ഞത് ക്ലിയർ അല്ലാത്ത ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ അല്ലേ? സോ ബിൻബ്രോയും സീത മാം ജയന്ത് ബ്രോ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? മാമിനും ഓക്കെ അല്ലേ? ഓക്കെ ഡൺ. നെക്സ്റ്റ് പാറ്റേൺസ് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ദിവസം നോക്കുകയായിരിക്കും നല്ലത്. അതിൽ ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡർ അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ, സിമെട്രിക് ട്രയാങ്കിൾ, അസെൻഡിങ്, കുറച്ച് ഇമ്പോർട്ടൻസിലാണ്. അത് നെക്സ്റ്റ് ഡേ നോക്കിയാൽ വെറുതെ. ഇന്ന് ജസ്റ്റ് വെറുതെ ചാർട്ട് നോക്കിയാൽ വെറുതെ വരുന്നുണ്ടെന്ന് ചാർട്ട് ഇത്രയും പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസ് ആണ്. ചാർട്ട് പാറ്റേൺസ്
കുഴപ്പമില്ല, അത് റെക്കോർഡ് സെക്ഷൻസ് ജസ്റ്റ് കാണ്, ഡൗട്ട് ഉണ്ടാവും, നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ഇരിക്കാം. സിറിൽ ബ്രോ ആരെങ്കിലും ട്രേഡ് നോക്കിയിരുന്നോ? നോക്കിയിട്ടില്ലേ? ഇതിപ്പോൾ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തായി നോക്കാം. ഓക്കെ, അടിപൊളി. 5 minutes ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലേ? ഉണ്ടോ? ഇല്ല, ഇന്നലെ പറഞ്ഞത് അപ്സൈഡ് ഇത് കിട്ടി, പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 9:30 8:30 to 9:30 ബാച്ച് ഉണ്ടായിരുന്നു, അതിൽ കൊടുത്ത ട്രേഡാണ്. ചാർട്ട് കാണുന്നില്ല. ഓക്കെ, അതിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇതിൽ ഇതാ 9:30 കൊടുത്ത ട്രേഡാണ് വരുന്നത്. 9:35 ടൈം നോക്കി നോക്ക്. ഇതിൽ നമുക്ക് 1:1 വെച്ച് ഇത് അച്ചീവ് ആയിട്ടുണ്ടാവും. നമ്മളിതാ, ഇതാണ് എൻട്രി പോയിന്റ് അല്ലേ? ഇതാണ് ഇവിടെ എൻട്രി പോയിന്റ് വരുന്നത്. ഇതാണ് SL വയ്ക്കുക അല്ലേ? ഇതിൽ SL കൊടുത്തിരിക്കുന്നത് 580. സോറി, *1:1 ബ്യൂട്ടി ഇത്ര ഉള്ളതുകൊണ്ടോ? നമ്മൾ ഇതാണ് ഇപ്പൊ മാറിയിട്ടുണ്ടാവുമല്ലോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് വരുന്നത്. നല്ല സ്ട്രോങ് റെസിസ്റ്റൻസിൽ നമ്മുടെ എൻട്രി പോയിന്റ് കൊടുക്കാം. 540 പോയിന്റാണ് SL അല്ലേ? അതേ 540 പോയിന്റ് പ്രോഫിറ്റ് എടുത്ത് ഇതിനെ എക്സിറ്റ് ചെയ്യാം. 1:1. അതിൻ്റെ താഴത്തേക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയണ്ട. ഇതിന് ഇതിന് TP ഇവിടെയൊക്കെ വരും. ഇത് അല്ലെങ്കിൽ ഇതൊക്കെ TP വരാൻ ഓൾമോസ്റ്റ് ഇതാ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇത്രയും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 870 58 ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് 5 minutes ട്രേഡ്സ് അല്ലേ? അപ്പോൾ അത്ര ലോസിലോട്ട് പോകാനും വിന്നിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. 50-50 ചാൻസ് വരിക. അപ്പോൾ കണ്ടോ, ഈ എത്രയാണോ ലോസ് പോയിന്റ് നമുക്ക് SL വരുന്നത് അതേ ഒരു എമൗണ്ട് എടുത്തിട്ട് അതിന് ഇറങ്ങിപ്പോരുക. 1:1 ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു പോയിന്റ് അത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതല്ല. നമ്മുടെ ഈ ഒരു പോയിന്റാണ് ഇതിൽ TP കൊടുത്തിരിക്കുന്നത്. എന്താ അവിടെ വയ്ക്കാൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾ ടോപ്പിക് എടുത്തിട്ടില്ല. അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പറഞ്ഞുതരാം. എനിക്കറിയാം ഈ പാറ്റേൺസിൻ്റെ ക്ലാസ്സായി ബോറിംഗ് ആവുമെന്ന് അറിയാം. പേരൻസ് എനിക്കും ബേസിക് നമുക്ക് എസ്പെഷ്യലി എന്ത് ജസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ പേഴ്സണൽ ലേഡീസ് ചോദിക്കലുണ്ട്, എങ്ങനെ മോനെ ഇപ്പം ഇത് കണ്ടുപിടിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. ഉണ്ട് സാധിച്ചത്. പക്ഷെ ചിലവരെ ഓക്കെ കേട്ടോ, ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് രീതിക്ക് ചെയ്യാറുണ്ട്. എനിക്കത് ഓക്കെ അല്ല. എനിക്കിത് ഞാൻ സിങ് ട്രേഡ് ചെയ്യുന്നുണ്ട്. 5 minutes 50 minutes എന്നല്ല, സിങ് ട്രേഡിന് വേണ്ടിയിട്ട് 4 hour ചാർട്ടൊക്കെ അല്ലേ ഡേ ഫ്രെയിമിൻ്റെ, അതിലൊക്കെ ഞാൻ ഈ പാറ്റേൺസ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഈസി ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വെറുതെ ജസ്റ്റ് നോക്കി നോക്കാം, വെറുതെ കിട്ടുമോ നോക്കാം. 4 hour ഇട്ട് ഈ ഒരു പോർഷൻ കണ്ടതിൽ ഇത് സിമ്പിളാണ്. ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുക വെറുതെ. അല്ലെങ്കിൽ നമ്മൾ അപ്പ് സൈഡിൻ്റെ ആ സ്ട്രക്ചർ വരയ്ക്കില്ല നമ്മൾ വെറുതെ. ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ, ഇങ്ങനെ ഹൈ ലോ ഹൈ. കണ്ടോ, ഇത് ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ്സ് എടുക്കുക. പാറ്റേൺസ് അല്ല, ഉണ്ടോ ഈ കണ്ടോ
ഇതിലങ്ങോട്ട് അപ്പ് സൈഡിന് ട്രെൻഡ് ചേഞ്ച് ആവുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടോ, നല്ല സ്ട്രെങ്ത്തിൽ ബ്രേക്ക് ആയിട്ടില്ലേ. ഇവിടെ ഇതിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ട്രേഡ്സ് നോക്കാം. അതിൽ പാറ്റേൺസ് കിട്ടിയിട്ടില്ല. ഇത് കണ്ടോ, ഈ ഒരു പോർഷനെ നമുക്ക് എന്തെങ്കിലും ആക്കി വിളിക്കാം. ഇതൊരു ഓക്കെ, ഇത് മേ ബി ഒരു ബുള്ളിഷ് ഫ്ലാഗ് ആക്കി കൂടെ. ബുള്ളിഷ് ഫ്ലാഗ് അല്ലേ, ഒരു അപ് ട്രെൻഡ് ആണോ, ഒരു അപ് ട്രെൻഡിന് ശേഷം ഫ്ലാഗ് ഫോം ചെയ്യുന്നു, അഗൈൻ അപ് സൈഡ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ അല്ലേ, പാരലൽ ചാനല് നോക്കിയാൽ കിട്ടും. പക്ഷേ ബാക്കിയല്ല GBP USD നോക്കിയേക്കാം. ഇതിലിപ്പോൾ ഇത് ബൈ ആണ് സെല്ലാണത്. AUD USD 2 hour ചാർട്ടാണ്. ജസ്റ്റ് ഒന്ന് 4 hour ഇട്ട് നോക്കട്ടെ വെറുതെ. ഇതൊരു ബൈ ആണോ സെല്ലാണോ? എനിക്ക് ടോട്ടൽ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം വെറുതെ. കണ്ടോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണായിരുന്നു അല്ലേ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണല്ലേ ഇത്? ഓക്കെ, ഇപ്പം നമുക്ക് 2 hour വേറൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടോ ഇതിൽ? അതിനേക്കാളും ബെറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഡ്രോ ചെയ്യുക. എന്നാ സെയിം തന്നെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ? അതിൽ മാർക്കറ്റ് ഇവിടെയൊക്കെ ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചെങ്കിലും ഇവിടെ കണ്ടു ഇങ്ങനെ ഡൗൺ സൈഡ് മൂവ് ചെയ്തു, അപ്പ് സൈഡ് കയറി. ഇവിടെ പിടുത്തം താഴത്തേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത 4 hourൻ്റെ വലിയൊരു സോൺ ഇട്ടിരിക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഇവിടുന്ന് കയറാൻ ചാൻസ് ഉള്ള പോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കാം അല്ലേ? ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള, ഭാവിയിൽ നടക്കാൻ ചാൻസ് ഉള്ള പാറ്റേൺ ആണ്. മേ ബി ഇത് ഇങ്ങനെ ആയിരിക്കും മേ ബി നടക്കുക. ഓക്കെ, ആ പാറ്റേൺ നിങ്ങൾക്ക് എടുത്തിട്ടില്ല. അങ്ങനെ മേ ബി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് USD JPY പേരൻസ് നിങ്ങൾ നോക്കിക്കോട്ടോ. ലാപ്പ് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് കൊള്ളാം. ഈ ലെവൽ കണ്ടോ, ഇതൊക്കെ പാരലൽ ചാനൽ ബ്രേക്ക് ഔട്ട്. പക്ഷെ അത് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് കിട്ടി. പക്ഷെ ഇവിടെ ഇത്ര താഴത്തേക്ക് പോകുന്നില്ല. ഇപ്പം നമ്മൾ എന്തായാലും പ്രോഫിറ്റിൽ ഇറങ്ങുള്ളൂ. കാരണം നമ്മൾ SL ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ പ്രോഫിറ്റിൽ ഇറങ്ങുള്ളൂ. അതൊക്കെ NSD USD ഫോർവേഡ് കിട്ടിയില്ല കുഴപ്പമില്ല. നമുക്കിനി ഓക്കെ, നമുക്കിനി 50 minutes നോക്കാം. നമ്മൾ എന്തായാലും ഇൻട്രാഡേ ചെയ്യുമ്പോൾ 30 minutes നോക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. 30 minutes ഗോൾഡിൽ എന്തെങ്കിലും കാണാൻ പറ്റും. ഗോൾഡിൽ എന്തെങ്കിലും ഞാൻ അയച്ചുതരാം. ഗോൾഡിൽ എന്തായാലും ഈ പാറ്റേൺസ് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഗോൾഡ് ഓൾമോസ്റ്റ് എല്ലാ സ്ട്രക്ചറും ഫോം ചെയ്യുന്ന അതിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അല്ല. ഓക്കെ, ഇത് പാറ്റേൺ വരിക ഡബിൾ ബോട്ടം അല്ലേ? ഇത് ഇവിടെ നിന്ന് ഒരു ട്രേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടം ഉണ്ടോ, ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ഉണ്ടോ ഇവിടെ. ഇതിലും ട്രേഡ്സ് കിട്ടില്ല, കഥ വർച്ച് മാത്രമായി പോകും.
ഇത്രയും വലിയ കാര്യം ഒരിക്കലും നമുക്ക് ട്രേഡ്സ് കിട്ടില്ല. കാരണം പിന്നെ വേറെ കാര്യം, നമ്മളിവിടെ ട്രേഡ്സ് എടുക്കണമല്ലോ. ഇപ്പോൾ ഈ ലൈൻ മാർക്ക് ചെയ്ത് വെച്ച് നമുക്കൊരു ബൈയിങ് പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ്സ് എടുക്കുക എപ്പോഴും ചെറിയ ടൈം ഫ്രെയിം ആയിരിക്കും. നേരെ ഇവിടുന്ന് 50 മിനിറ്റ്സ് ഇട്ടു. ഇതിൽ ട്രേഡ്സ് കിട്ടും, പക്ഷെ ഇതിൽ ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും 50 മിനിറ്റ്സിൽ വലിയൊരു ക്യാൻഡിലാണ് അല്ലേ? ഇത്രയും വലിയ ക്യാൻഡിൽ ആരും എൻട്രി എടുക്കില്ല. പക്ഷെ SL വലുതാണ്, അപ്പോൾ എന്തായാലും എൻട്രി എടുക്കില്ല നമ്മളതിൽ. ഇത് ഡബിൾ ബോട്ടാണ് മനസ്സിലായുള്ളത്. പക്ഷെ ഇത് ഇതും ഇപ്പം അടുത്ത് വീഴാൻ ചാൻസ് ഉള്ള പെയറാണ് USD CAD താഴ്ത്തിക്ക്. ഇത് കണ്ടോ, ഇതുപോലെ ഇത് നല്ല സിംറ്റംസ് ആണ് മാർക്കറ്റിൽ. ഇവിടെ ഈ GBP USD അല്ലേ, GBP USD ഒരു പുതിയ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, ഒരു പുതിയ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഇത്രയും ഡൗൺ ആയി അല്ലേ, ഇത്രയും ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ ഈ ട്രെൻഡ് ഇത് നല്ല സ്ട്രെങ്ത്തിൽ അപ്പ് ട്രെൻഡ് അല്ലേ, ഇത് very ഫാസ്റ്റായിട്ട് നടന്നു. പക്ഷെ ഇത് ഭയങ്കര സ്ലോ ആണ്. ഇവിടെ ഇവിടുത്തെ ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ് അല്ലേ. സാറ് ആലോചിക്കുക ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഇവിടെ നിന്ന് വെറും 6 ക്യാൻഡിൽ കൊണ്ടാണ് അപ്സൈഡ് മൂവ് ചെയ്ത്. 6 ക്യാൻഡിൽസ് കൊണ്ട് അപ്സൈഡ് മൂവ് ചെയ്തു അല്ലേ. ഇത് 6 ക്യാൻഡിൽസ് കൊണ്ട് അപ്സൈഡ് മൂവ് ചെയ്തു. ആ ലെവലിലേക്ക് കണ്ടോ ഇപ്പോഴും കണ്ടോ 6 ക്യാൻഡിൽസും അപ്സൈഡ് മൂവ് ചെയ്ത സാധനം ഇപ്പോഴും 102 ക്യാൻഡിൽസ് താഴത്തേക്ക് വന്നു. എന്നിട്ട് പോലും ഇത് താഴത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവിടെ ആരാ സ്ട്രോങ്? 6 ക്യാൻഡിൽ അപ്സൈഡ് മൂവ് ചെയ്ത സാധനം അതിൻ്റെ പകുതി പോലും ഇപ്പോഴും മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടില്ല. 102 ക്യാൻഡിൽസ് എടുത്തിട്ട് പോലും ബയേഴ്സ് ആൻഡ് സ്ട്രോങ് അല്ലേ. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിൽ എൻട്രി നോക്കാം. ഇത് കണ്ടോ, ഇത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ. ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്നത് അല്ലേ. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് മേ ബി ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ്. അപ്പോൾ ജസ്റ്റ് വരയ്ക്കാം എന്തായാലും വെറുതെ. പക്ഷെ എന്നാൽ നമുക്ക് എന്തൊക്കെയായാലും ആഫ്റ്റർ ബ്രേക്ക് ഔട്ട് മാത്രമേ എൻട്രി ഉള്ളൂ അല്ലേ. ബ്രേക്ക് ഔട്ട് കിട്ടി മേ ബി ഈ ഒരു സോണൊക്കെ ഉണ്ട് ഇവിടെ, മേ ബി ഇത് അറിയത്തില്ല. നമുക്ക് ഈ ഒരു സോണിലൊക്കെ വന്നാൽ മാത്രം എൻട്രി എടുക്കാൻ ഏറ്റവും ബെറ്റർ. ജസ്റ്റ് വെറുതെ ഡ്രോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, 1:1 നോക്കിയാൽ മതി. 30 മിനിറ്റ്സ് ആയാലും 1:1 നോക്കിയാൽ മതി. അല്ല, ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്താൽ മതി. ചാർട്ടും ചെക്ക് ചെയ്തോ. അത് ജസ്റ്റ് വരും ദിവസങ്ങളിൽ വരും, നാളേക്ക് മേ ബി അറിയാൻ പറ്റും എന്താ അവസ്ഥ എന്നൊക്കെ. ഇല്ല, വേറെ പേരിൽ കാണുന്നില്ല. USD പേഴ്സൊക്കെ ഓൾമോസ്റ്റ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഗോൾഡ് ഇന്ന് നമ്മൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിരുന്നത്, ഗോൾഡ് മിക്കവാറും മേ ബി ഇനി ഇപ്പോഴത്തേക്കും സെല്ലിങ് സോണിലാണ്. എന്നാലും ബൈയിങ് അല്ല, സെല്ലിങ് സോണിലാണ്. യെസ്, 30 മിനിറ്റ്സ് അല്ലേ. 4 അവറിലൊക്കെ 4 അവറിൽ ഇതിൻ്റെ ഇത് സെല്ലിങ് സോണാണ് കറക്റ്റ്. ഗോൾഡിൻ്റെ റീസൺ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇത് ഡൗൺ ട്രെൻഡാണ് വരുന്നത് അല്ലേ. ഇത് 4 അവറിൽ 4 അവറിൽ ട്രെൻഡ് ഏതാ? ജാൻബ്രോ എന്ന് പറയും. ഇത് 4 അവറിൽ ഈ ഗോൾഡിന് ട്രെൻഡ് എന്ന് പറയും. ഇത് നമ്മുടെ ഗ്രൂപ്പിലിട്ടുണ്ട്, മോർണിംഗിൽ ഗ്രൂപ്പിലിട്ടുണ്ടാകുന്നത്. സിൽവർ കൊണ്ടിരുന്ന പറ്റുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്ത് കൊണ്ടുവന്ന്. മോർണിംഗിൽ ഇത് ഓരോ 4 അവറിലും
പോയി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ നോക്കിയിരുന്നത്. നോക്കിയില്ല, ഞാൻ കുറച്ച് തട്ടിലായി. ഗോൾഡ് ഒരു 11:15 ടാർജറ്റ് സോറി ട്രേഡ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. 5 മിനിറ്റ്സിൽ 15 മിനിറ്റ്സിൽ ട്രേഡ് ഷെയർ ചെയ്തിരുന്നു. അതും ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. വാട്സപ്പിൽ ചോദിക്കാമല്ലോ, കാണാൻ പറ്റില്ലല്ലോ. ട്രെൻഡ് എന്താ? ട്രെൻഡ് ഡൗൺ ആണ് വരുന്നല്ലേ. അത് ഡൗൺ വരുന്നതിൽ പറയുമ്പോൾ നിങ്ങൾ ഈ ക്യാൻഡിൽസ് കണ്ട് പറയണ്ട, ആ റെഡ് ക്യാൻഡിൽ കണ്ട് പറയണ്ട ഒരിക്കലും. ഞാൻ ക്യാൻഡിലല്ല, ഞാൻ ചാർട്ടില് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. റീസൺ പറഞ്ഞാൽ മതി, സ്ട്രക്ചേർഡ് റീസൺ കിട്ടിയാൽ മതി. ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കറക്റ്റ് റീസൺ ബേസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നതുകൊണ്ടാണ് മാർക്കിൽ ഇപ്പോൾ സ്ട്രക്ചർ ഇതാണ്, സോ അതുകൊണ്ട് ഇപ്പം മേ ബി ഡൗൺ ട്രെൻഡ് ആണിത്. ഡോളറിലോ? അതുകൊണ്ടല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിന് ഫണ്ടമെന്റൽ സൈഡ് പോയില്ലേ. നമ്മൾ ഇത് തന്നെ ഈ 4 hour ചാർട്ടിൽ തന്നെ ഉണ്ട്. സെറിൽ ബ്രോ ഒക്കെ പറയാൻ പറ്റുമോ അത്? ഇപ്പം ഞാൻ പറയുന്നത് ഇത് ഡൗൺ ഇത് മാർക്കറ്റ്, ഞാനതിൽ ഗോൾഡ് സെല്ലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് സെല്ലാവാനാ ചാൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് നിൽക്കുന്നത് കറക്റ്റ് സെല്ലിംഗ് ലെവലിലാണ് നിൽക്കുന്നത്. സോ അതായത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ഡൗൺ ആണ്. സോ എന്തുകൊണ്ടായിരിക്കും പറയാൻ കാരണം അങ്ങനെ? ഞാൻ പറയാം, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ യെസ്, അതെ കണ്ടോ, ഇത് ഇവിടുന്ന് അത് ഇത്രയും താഴ്ത്തിക്ക് വന്നല്ലേ അല്ലേ, തിരിച്ചിത്രയും കയറി അല്ലേ, വീണ്ടും അഗൈൻ ഇത്ര താഴ്ത്തിക്ക് മാറി താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഇത്രയും കയറി നിൽക്കുകയാണ്. ഇത് കറക്റ്റ് സെല്ലിംഗ് സോണാണിത്. ഇതാണ് വരാൻ പോകുന്നത് മാർക്കറ്റ്. അതാണ് ഗോൾഡിൻ്റെ കേസിൽ വരേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫെയർ വാല്യൂ ഗ്യാപ്സ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഫിബ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല. ഇനി ബാക്കി ആ 2 റീസൺ വെച്ചിട്ടാണ് ഇത് സെല്ലിംഗ് സോണ പറയാൻ കാരണം. മേ ബി ഇത് ഇവിടുന്ന് അപ്സൈഡ് പോയാൽ പോലും നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്തായാലും ബൈ ഇല്ല, കാരണം അത് കറക്റ്റ് സെല്ലിംഗ് സോണാണ്. ചാർട്ട് ടെക്നിക്കലി ഗോൾഡിൻ്റെ കേസിൽ അറിയാലോ, നമ്മളെല്ലാം പ്രതീക്ഷ ചെയ്താൽ പെട്ടെന്നാണ് അപ്സൈഡ് കയറി പോകുക അല്ലേ. ബട്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ബൈ ഇല്ല, കാരണം അത് നല്ല സെല്ലിംഗ് സോണാണ്. മേ ബി ഇനി ബൈ ആവണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് തിരിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ബൈ ഉള്ളൂ. അല്ലാത്ത വർഷം സെല്ലിനേ ഉള്ളൂ. ഇതിലല്ലേ ഷൂട്ടിംഗ് സ്റ്റാർ? അത് നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്റ്റാർ വെറുതെ അവിടെ ഒന്നുമല്ല, അത് നമുക്ക് ഫിബ് പറഞ്ഞ ടൂൾ ഉണ്ട് അല്ലേ. ഞാൻ ഫസ്റ്റ് എപ്പോഴും പറയാറുണ്ട്, ഫിബിനോച്ചി ട്രേസ്മെന്റ് കറക്റ്റ് അതിലാണ് ആ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാനൽ വന്നിരിക്കുന്നുണ്ടോ. കറക്റ്റ് അതിലാണ് ആ സോണിലാണ് ആ ക്യാനൽ കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അത്ര ഫോക്കസ് ആ സോൺ പറയുമ്പോൾ സെല്ലിംഗ് സോണാണ്. മേ ബി അവിടെ നിന്ന് ചിലപ്പോൾ മേ ബി റിവേഴ്സലായേക്കാം, പക്ഷേ ആ കറണ്ട് സോൺ പറയുമ്പോൾ സെല്ലിംഗ് സോണാണ് വരുന്നത്. ഞാനതിൽ ട്രേഡ് ഫോക്കസ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. 30-50 മിനിറ്റ്സിലൊക്കെ വീണ്ടും ഈ ലെവലിലേക്ക് വന്നത്. ഈ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് വയ്ക്കും. വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലെവൽ വന്ന് തിരിഞ്ഞ് വരുന്നത് അപ്സൈഡ് പോയി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഷോർട്ട് സെൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ലെവൽ വരെയൊക്കെ ഒരു ഷോർട്ട് സെൽ പ്ലാൻ ചെയ്യാം. അത് 4400 ഓൾമോസ്റ്റ് 150 പോയിന്റ്, $150. ഓക്കെ.